ഇപ്പൊ ഈ പറഞ്ഞ അഭിപ്രായത്തിൽ ഒരു ഡൗട്ട് കൂടി ഉണ്ട്. എന്താ വെച്ചാൽ അമേരിക്ക പറയുന്നു ഇറാന്റെ ഇതൊക്കെ സൈനിക ആണവ കേന്ദ്രങ്ങളൊക്കെ പൂർണ്ണമായി നശിപ്പിച്ചു എന്ന് പറയുന്നു. പെന്റഗൺ പറയുന്നു പൂർണ്ണമായി നശിപ്പിച്ചിട്ടില്ല, ഇനിയും ഇത് ആണവശക്തി വികസിപ്പിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതിന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അത് ഇവരുടെ റിപ്പോർട്ട് പുറത്തേക്ക് കൊണ്ട് എന്തിനാ കാരണം വെച്ചാല് ഭാവിയില് ഏതെങ്കിലും തരത്തില് ഇപ്പോ ഇവരിപ്പോ ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്നു. അപ്പൊ ഇനി യുദ്ധം ചെയ്യാനുള്ള കാരണമില്ല അവിടെ. അപ്പോ ഇത് അവര് മാറ്റി അതൊന്നും നശിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ഏതെങ്കിലും കാരണത്തില് വീണ്ടും എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഇതേ കാരണം പറഞ്ഞിട്ട് വീണ്ടും ഇറാനെ ആക്രമിക്കാനുള്ള ചാൻസ് അഡ്വാൻസ് ആയിട്ട് അവർ ഇടുന്നു. ഇറാന്റെ കയ്യിൽ ഇനി ഉണ്ട്, അവർ ഇനി അണുവായുധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ പേര് കൊണ്ട് ഒരു ആക്രമണം കൂടി നടത്താനുള്ള ഒരു സാധ്യത അഡ്വാൻസ് ആയിട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഓരോ തന്ത്രങ്ങളാണ്. കാരണം ഈ രാഷ്ട്രതന്ത്രം, നമ്മൾ ഈ ചാണക്യന്റെ തന്ത്രങ്ങളില്ലേ എന്ന് പറഞ്ഞ പോലെ രാഷ്ട്രങ്ങൾ പുറത്തേക്ക് ഒന്ന് പറയും, അകത്ത് വേറെ പല പല തന്ത്രങ്ങൾ. മാധ്യമങ്ങൾ പറയുന്നത് വേറെ, റിപ്പോർട്ടുകൾ വേറെ, പല തന്ത്രങ്ങൾ ഉപയോഗിച്ച് ശത്രുക്കളെ തകർക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പല പല തന്ത്രത്തിന്റെ മറ്റൊരു തന്ത്രമാണത്. ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി. ഓക്കെ ജോൺസേട്ടാ. ഹായ് ജോൺസേട്ടാ, പറയും എന്താണ് ഒരു അഭിപ്രായം കൂടി ചോദിക്കാൻ. ഇന്നലെ നമ്മൾ ഒരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ട്രംപ് ഈ ഇന്ത്യയുടെ യുദ്ധത്തിലും ഇന്ത്യ പാകിസ്ഥാനിലെ യുദ്ധത്തിലും ഇപ്പൊ ഈ ഇറാന്റെ ഇസ്രായേലിന്റെ യുദ്ധം, ഇത് രണ്ടും ട്രംപ് പറഞ്ഞതോടുകൂടി യുദ്ധം അവസാനിച്ചു. അങ്ങനെയാണ് നിൽക്കുന്നത്. അതെ, ഇപ്പൊ മാധ്യമങ്ങളാകെ വിളറി പിടിച്ച് നടന്നുകൊണ്ട് പറഞ്ഞോണ്ട് എന്താ പറയുന്നതെന്ന് വെച്ചാ, അവര് പറയുന്നത് ഇറാനാണ് വാസ്തവത്തിൽ ജയിച്ചത്. ഇറാന്റെ ആണവശക്തിയൊന്നും നശിപ്പിക്കാൻ അമേരിക്കക്ക് പറ്റിയിട്ടില്ല. പിന്നെ ഇറാനൊന്നും സംഭവിച്ചിട്ടില്ല. ഇസ്രായേലിലേക്ക് കൂടുതൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അമേരിക്കക്ക് തിരിച്ചടി നൽകി എന്നുള്ള ഇതൊക്കെയാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇറാനല്ലേ ജയിച്ചത്? കറക്റ്റാണ്, ഇറാനാണ് ജയിച്ചിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചോളം ഇറാനിലെ ജനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആവറേജ് ഒരു 10 കോടിയാന്ന് കരുതുകയാണെങ്കിൽ ഇസ്രായേലിലുള്ളത് 1 കോടിയിൽ താഴെയാണ്. അപ്പോൾ ഒരു ഇസ്രായേലുകാരൻ മരിക്കുകയാണെങ്കിൽ 10 ഇറാൻകാരിലധികം കൊല്ലപ്പെട്ടാലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന് നഷ്ടപ്പെട്ടു. കാരണം ഇസ്രായേലിലൊരു 10-200 ആള് കൊല്ലപ്പെട്ടപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു വിജയമാണ്. മനസ്സിലായില്ലേ? ഇറാനിലെ അവിടുത്തെ സൈനിക മേധാവികൾ, സൈനിക താവളങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ, എയർപോർട്ടുകൾ, അവരെ ഭരണസ്ഥിര കേന്ദ്രത്തിൽ നായകന്മാർ, അങ്ങനെ മരിച്ചിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ 10,000-3000 ആളുകളോളം മരിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. ഈ മരിച്ചിട്ടുള്ള ആളുകളൊക്കെ നടുനുറുക്ക് കഷ്ണങ്ങളാണ് പോയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇത്തരം ശക്തന്മാരും കരുത്തന്മാരും അവരുടെ ഭരണ സ്ഥിര കേന്ദ്രത്തിലെ ആളുകൾ, സൈനിക നേതാക്കൾ, സൈനിക തലവന്മാർ, ഇവരൊക്കെ കൊല്ലപ്പെട്ടാലും ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ നഷ്ടമാണ് ഇസ്രായേൽ. ആ നിലയ്ക്ക് ഇറാനാണ് വിജയിച്ചിട്ടുള്ളത്. അത് കാരണം നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണ്. പിന്നെ ഇതിൽ വിഷയം നിൽക്കണ ലക്ഷ്യം എന്താണെന്നാണ്. ഇപ്പോൾ എന്തുകൊണ്ട് യുദ്ധം ജയിച്ചു തോറ്റു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എനിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യം യുദ്ധം ചെയ്യുമ്പോൾ ആ രാജ്യത്തിൻ്റെ ലക്ഷ്യം ഇന്നതാണ് അല്ലെങ്കിൽ ഇന്ന പ്ലാനിങ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലൊരു ലക്ഷ്യമുണ്ടായിരിക്കും. ആ ലക്ഷ്യത്തിന് വേണ്ടി അവർ മുന്നോട്ട് പോകുന്നത്. പുറത്തേക്ക് പറയുന്നത് വേറെ ആയിരിക്കും. കാരണം യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു അഭ്യാസമല്ലാണ്. കാരണം യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വില പിടിച്ചതും വളരെ ജീവന് നഷ്ടം വരുന്നതും എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായി എല്ലാ അർത്ഥത്തിലും കഷ്ടം ദുരിതം വരുന്നൊരു വിഷയമാണ് ജനങ്ങൾക്ക്. അതുകൊണ്ട് ഇത് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ലാണ്. അപ്പം അങ്ങനെ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ യുദ്ധത്തിനൊരു ലക്ഷ്യം ഉണ്ടായിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചോളം നമുക്ക് മനസ്സിലായ കാര്യം, കാരണം നമ്മുടെ മാധ്യമങ്ങൾക്ക് മനസ്സിലായ കാര്യമില്ല, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലായ കാര്യമില്ല, നമ്മൾക്ക് മനസ്സിലായ കാര്യം നമ്മൾ പറയാം.
കാരണം 2-3 വർഷങ്ങളായിട്ട് ഇസ്രായേലിനെതിരെ ഹമാസ്, ഹൂതികള്, ഹിസ്ബുള്ള ഇവര് ശക്തമായി ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാന്റെ പിന്തുണയോടുകൂടി. ആ സമയത്ത് ഹമാസിനെയും ഹൂതികളെയും ഹിസ്ബുള്ളയെയൊക്കെ ശക്തി ക്ഷയിപ്പിച്ചുകൊണ്ടിരുന്ന് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ഇറാനാണ്. അപ്പോൾ ഇറാൻ നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാതെ ഇരിക്കുന്നുണ്ട് ഇറാനെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട്. കാരണം ഇറാൻ ഈ ഹമാസിനെയും ഹിസ്ബുള്ളയും ഹൂതികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ട്. അത് ഇറാന്റെ സൈനിക തലവന്മാര്, ഭരണാധികാരികള്, ഇവരുടെ ഉദ്യോഗസ്ഥന്മാരാണ്. അവരെ തന്ത്രപരമായി ഇസ്രായേലിനെതിരെ നീങ്ങിയവരെ തകർക്കുക, തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇസ്രായേൽ നടപ്പിലാക്കിയത്. കാരണം ഇസ്രായേലിനെ തൊട്ടവനെ തട്ടും എന്ന് വ്യക്തമായൊരു സന്ദേശം ഇറാനും ലോകത്തിനും കൊടുത്തു ഇസ്രായേൽ. കാരണം ഇറാന് ഇക്കാര്യം ബോധ്യമായിട്ടുണ്ട്. മാത്രമല്ല അറബ് രാജ്യങ്ങൾക്ക്, ഗൾഫ് മേഖലയിലുള്ള മുഴുവൻ രാജ്യങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട്, ഇസ്രായേലിനെതിരെ മുന്നോട്ട് പോയാൽ ആ കൈ ഇനി ഉയർത്താൻ സാധിക്കില്ല എന്നൊരു സന്ദേശം ഇസ്രായേൽ വ്യക്തമായിട്ട് കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഇവിടെ നമ്മളൊരു യുദ്ധം നമ്മൾ പറയും, ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ നമ്മളൊരു സംഘർഷം ഉണ്ടായിരുന്നു. ഈ സംഘർഷം ഉണ്ടായ സമയത്ത് നമ്മളുടെ പഹൽഗാമിലെ ഭീകരന്മാർ വന്ന് ഇന്ത്യക്കാരെ കൊല നടത്തിയപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചു. ഇന്ത്യ പാകിസ്ഥാനെ കീഴ്പ്പെടുത്താനോ പാകിസ്ഥാനിലെ ജനങ്ങളെ മുന്നും കൊന്നുകൊടുക്കാനല്ലാന്ന് ശ്രമിച്ചത്. ഇന്ത്യ കൊടുത്തൊരു സന്ദേശമുണ്ടെന്ന്, ഇന്ത്യയിലേക്ക് ഇനി ഭീകരവാദികളെ വിട്ടാൽ, ഇന്ത്യയിൽ എന്തെങ്കിലും ഭീകരാക്രമണം ഉണ്ടായാൽ പാകിസ്ഥാനെ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കും, എല്ലാ അർത്ഥത്തിലും തിരിച്ചടിക്കും എന്നുള്ള സന്ദേശമാണ് നമ്മൾ കൊടുത്തത്. ആ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിലാണ് പാകിസ്ഥാൻ എന്ത് മനസ്സിലായി, ഇനി ഇന്ത്യയുടെ അടുത്ത് ചൊറിയാൻ പോയാൽ ചിലപ്പോൾ പണി കിട്ടില്ല. കാരണം അവരുടെ ഈ ഭരണകർത്താക്കളും സൈനിക മേധാവിയും ചിലപ്പോൾ ഭരണാധികാരികളും ജീവൻ നഷ്ടപ്പെടും, ഇന്ത്യയിൽ നിന്ന് തന്നെ ഇന്ത്യക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഇന്ത്യ തെളിയിച്ചു എന്ന് പറഞ്ഞ പോലെ ഇസ്രായേലിന് എതിരെ ഇനി ഇറാന്റെ പിന്തുണയോടെ ഏതെങ്കിലും ആളുകൾ രംഗത്ത് വരികയാണെങ്കിൽ ആ വരുന്നവന്റെ തല പോവും എന്നുള്ള വ്യക്തമായ സന്ദേശം ലോകത്തിന് കൊടുത്തു. ഇറാന്റെ സൈനിക മേധാവി, ഇന്റലിജൻസ് മേധാവി, പ്രധാനപ്പെട്ട മുഴുവൻ ആളുകളും വീണു, ആണവ ശാസ്ത്രജ്ഞന്മാരും മുഴുവൻ. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളുടെ കണക്കിൽ നോക്കുമ്പോൾ ഇസ്രായേൽ വളരെ നഷ്ടപ്പെട്ടു, ഇസ്രായേലിന് വളരെ നഷ്ടം വന്നു, ഇസ്രായേൽ പരാജയപ്പെട്ടു, ഇസ്രായേൽ പേടിച്ചു എന്നൊക്കെ പറയാം. പക്ഷെ നമുക്ക് മനസ്സിലാവുന്നത് ഇറാന് കിട്ടാനുള്ളത് കിട്ടി, മിഠായിപ്പൊതി കിട്ടി, ഇനി ശാന്തമായിട്ട് സമാധാനമായിട്ട് പരമാവധി ഒതുങ്ങി കൂടി പോയാൽ ഇറാന് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഇറാന് ഇനി മിഠായി കിട്ടിക്കൊണ്ടിരിക്കും. കാരണം ഇറാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യമാണ്, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു രാജ്യമാണ്. ഇത്രയും വലിയൊരു രാജ്യം അതിർത്തി ഇസ്രായേലിന്റെ അതിർത്തിയിലല്ലാന്ന്. അപ്പം അങ്ങനൊരു രാജ്യം, ഇത്രയും വലിയൊരു രാജ്യം ചെറിയ രാജ്യമായി ഇസ്രായേലിനെതിരെ ഏതെങ്കിലും തരത്തിൽ അവരെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മുന്നോട്ട് പോയിപ്പോൾ അതിന് ശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് ഇറാന്റെ പുറത്തേക്ക് ഇറാൻ എന്തൊക്കെ പറഞ്ഞാലും ഇറാന്റെ നിലവിലുള്ള ഭരണാധികാരികൾക്കും സാധാരണ നമ്മൾ അരിയാകാരം കഴിക്കുന്നവർക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട്. പിന്നെ അസൂയക്കാർക്കും ഇങ്ങനെ അസഹിഷ്ണുതയുള്ള ആളുകൾക്കും ഇങ്ങനെ കുശുമ്പുള്ള ആളുകൾ എന്നൊക്കെ പറയില്ലേ, അവരൊക്കെ മാധ്യമങ്ങളും ആളുകളൊക്കെ ഇതിങ്ങനെ പറഞ്ഞു നടക്കും. കിട്ടാനുള്ളവന് കിട്ടിയിട്ടുണ്ട്, കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല, അത് തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു വന്നപ്പോൾ എന്താ തോന്നിയത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ എന്താ തോന്നിയത്, ശരിയാണോ? നാടൻ ഭാഷയില് ശരിയാ, വളരെ നല്ലൊരു അഭിപ്രായം കിട്ടി. ഒരു സംശയമായിരുന്നു, അത് തീർന്നു കിട്ടി. അതെ, നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നതല്ല ശരി. ഇവിടെ അറിയാം, വോട്ട് ബാങ്ക് നോക്കിയിട്ടേ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ മുഴുവനും ഇസ്രായേലിനെതിരാണ്. അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവനും ഇസ്രായേലിനെതിരെയാണ് നിൽക്കുള്ളൂ. ഇവിടെ ഇറാൻ പക്ഷപാതിയായ ജിഹാദികൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന നമ്മുടെ മനോരമ പോലും ഇന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേല് 13-ാം തീയതി ആക്രമണം നടത്തി, ഇസ്രായേൽ എന്താ പറയാ, ഇസ്രായേല് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഭേദിക്കാനാവുമെന്ന് തകർത്തു.
അവരുടെ മുഴുവൻ സൈനിക നേതാക്കളെ തകർത്തു. അവരെ സൈനിക താവളങ്ങൾ, വിമാനത്താവളങ്ങൾ ഇതൊക്കെ തകർത്ത് പപ്പട പരുവാക്കിയെന്നും ഈ ഗമനി എന്ന് പറഞ്ഞ ആള് ഗുഹയിൽ പോയിട്ട് ഒളിച്ചിരിക്കുക. ഇസ്രായേൽ പ്രസിഡന്റ് ഇങ്ങനെ കിടന്ന് അടുക്കുമ്പോൾ ഇങ്ങേര് ഗുഹയിൽ മാളത്തിൽ പോയിട്ട് ഒളിച്ചിരിക്കുക. ഏത് സമയം പോകുമ്പോൾ നീ ആളെ തലയിൽ വീഴും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയുള്ളപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ പറയും. കാരണം ഇവിടെ അവർക്ക് എന്ത് സർക്കുലേഷൻ ഉണ്ടാവാനും വ്യൂസ് വരാനും എന്താ പറയാ റേറ്റിംഗ് ഉണ്ടാവാനൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതല്ല കാര്യം. നമുക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് കേട്ടാ. ഇതില് എന്താ നിങ്ങൾ വിചാരിച്ചാലും നമ്മൾ ഉള്ള വസ്തുതകളാണ് നമ്മൾ പറയുന്നത്. ആ വസ്തുത വെച്ച് ഇങ്ങനെയാണ് ഓക്കെ. ഓക്കെ.